ഷെയർ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു സ്പ്രെഡ്ഷീറ്റാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കമ്പനികളുടെ ഷെയർ പ്രൈസ് മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനും നിങ്ങളുടെ ട്രേഡിംഗ് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനും ഈ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് സാധിക്കും. അതായത് ഏതൊക്കെ കമ്പനികളുടെ എത്ര ഓഹരികൾ വീതം ഏതൊക്കെ ദിവസങ്ങളിൽ വാങ്ങി, അവയുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്താണ്, ഓരോ കമ്പനികളിൽ നിന്നും എത്ര രൂപ വീതം ലാഭം ലഭിച്ചു, എത്ര രൂപ നഷ്ടമുണ്ടായി, ഓരോ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ എത്ര ശതമാനം വർധന ഉണ്ടായി, അവ എത്ര ശതമാനം താഴേക്ക് പോയി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഇത്തരമൊരു ഷീറ്റ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. ശ്രദ്ധിക്കുക, ഗൂഗിൾ ഷീറ്റിലെ വെറും 3 ഫംഗ്ഷൻസ് അഥവാ 3 ഫോർമുലകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഷീറ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് അഡ്വാൻസ് ടെക്നിക്സ് ഒന്നും അറിയേണ്ടുന്ന കാര്യമില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. സ്റ്റോക്ക് ട്രാക്കർ തയ്യാറാക്കുന്നതിനായിട്ട് പുതിയൊരു ഗൂഗിൾ ഷീറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. ഷീറ്റിന് പേര് കൊടുക്കുന്നു, സ്റ്റോക്ക് ട്രാക്കർ. ഇനി ഈ ഷീറ്റിലെ A1 എന്ന സെല്ലിൽ കമ്പനി, എൻ്റർ. ഈ കോളത്തിൽ ഏതൊക്കെ കമ്പനികളുടെ ഷെയർ പ്രൈസ് ആണോ നമ്മൾ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവയുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യത്തേത് ഇൻഫോസിസ് ലിമിറ്റഡ്, അടുത്തത് ITC ലിമിറ്റഡ്, V1 എന്ന സെല്ലിലെ ലോഗോ. ഈ ഓരോ കമ്പനിയുടെയും ലോഗോ ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഈ കോളം നമ്മൾ ഉപയോഗിക്കുക. ഇൻഫോസിസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ലോഗോ ഇവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ഇമേജ്, ഇൻസേർട്ട് ഇമേജ് ഇൻ സെൽ. ഇവിടെ കാണുന്ന വിവിധ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് സെല്ലുകളിലേക്ക് ഇമേജ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ഉപയോഗിച്ച് ഇമേജ് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് ഗൂഗിൾ ഇമേജസ്, ഇൻഫോസിസ് ലോഗോ, എൻ്റർ. ഇൻഫോസിസുമായിട്ട് ബന്ധപ്പെട്ട് പല പിക്ചേഴ്സ് ഇവിടെ വന്നാൽ കാണാം. ആദ്യത്തെ പിക്ചർ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട്. നോക്കുക, ഇൻഫോസിസിൻ്റെ ലോഗോ ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ഈ വരികളുടെ ഹൈറ്റ് കൂട്ടുന്നു. അടുത്തത് ITC ലിമിറ്റഡ്, ഇൻസേർട്ട് ഇമേജ്, ഇൻസേർട്ട് ഇമേജ് ഇൻ സെൽ. ഇത്തവണ എൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഇമേജാണ് ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യാം. ഈ ഓരോ കമ്പനിയുടെയും ലോഗോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൗസ്, ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ. നോക്കുക, ITCയുടെ ലോഗോ ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ഈ പിക്ചേഴ്സ് ഈ സെല്ലുകളുടെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് ഈ കോളം സെലക്ട് ചെയ്യുന്നു, സെൻറ്റർ, മിഡിൽ. ഇനി C1 എന്ന സെല്ലിൽ ടിക്കർ എന്ന് ടൈപ്പ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ കമ്പനിയെ വിവിധ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോഡാണ് ടിക്കർ സിമ്പിൾ അഥവാ സ്റ്റോക്ക് സിമ്പിൾ. ഇൻഫോസിസ് എന്ന കമ്പനിയുടെ ടിക്കർ സിമ്പിൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ഇൻഫോസിസ് ലിമിറ്റഡ്, ടിക്കർ സിമ്പിൾ, എൻ്റർ. നോക്കുക, NSE INFY, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻഫോസിസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ടിക്കർ സിമ്പിളാണ് INFY. അടുത്തത് ITC ലിമിറ്റഡ്, ITC. അടുത്ത കമ്പനിയുടെ ടിക്കർ സിമ്പിൾ ഞാൻ ടൈപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവിടെ സ്മാർട്ട് ഫിൽ സജഷൻ വന്നാൽ കാണാം. സജഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ടിക്കർ സിമ്പിളായി. ഇനി ഏതെങ്കിലും കാരണത്താൽ ഇങ്ങനെ സജഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ടിക്കർ സിമ്പിൾ ടൈപ്പ് ചെയ്തെടുക്കുക. ആദ്യത്തെ വരിയുടെ ഫോർമാറ്റിംഗ് ഞാൻ മോഡിഫൈ ചെയ്യാണ്. വരിയുടെ ഹൈറ്റ് കൂട്ടുന്നു, വരി സെലക്ട് ചെയ്യുന്നു, ബോൾഡ് ഫോർമാറ്റ്, സെൻറ്റർ, മിഡിൽ, ഫോണ്ട് സൈസ് കൂട്ടുന്നു 12. ഇനി D1 എന്ന സെല്ലിൽ കറണ്ട് പ്രൈസ്, ഇൻഫോസിസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കറണ്ട് ഷെയർ പ്രൈസ് അഥവാ
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷെയർ പ്രൈസ് ഈ സെല്ലിൽ കിട്ടാനായിട്ട് ഈക്വൽ ഗൂഗിൾ ഫൈനാൻസ്, അതായത് ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷനിലെ ആദ്യത്തെ ഇൻപുട്ടാണ് ടിക്കർ. നമുക്ക് ആവശ്യമുള്ള കമ്പനിയുടെ ടിക്കർ സിമ്പിൾ ഇവിടെയുണ്ട്. എന്നാൽ ഈ ടിക്കർ സിമ്പിൾ ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോൾ അതിനു മുന്നിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കോഡ് കൂടി ആഡ് ചെയ്യണം. ഉദാഹരണത്തിന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ BSE, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ NYSE, ഇനി അതല്ല നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ NSE. ഡബിൾ കോട്ട്സ് NSE കോളൻ ഡബിൾ കോട്ട്സ് ആമ്പർസാൻഡ് ടിക്കർ സിമ്പിൾ കൊടുത്തുള്ള സെൽ സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ആട്രിബ്യൂട്ട്. ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രൈസ്, വോളിയം, മാർക്കറ്റ് ക്യാപ്, PE റേഷ്യോ അങ്ങനെ പല തരത്തിലുള്ള ഡേറ്റ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് പ്രൈസ് ആണ് വേണ്ടത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് പ്രൈസ് ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇൻഫോസിസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഇന്നത്തെ ഷെയർ പ്രൈസ്, അതായത് 2025 ഡിസംബർ മാസം 29-ാം തീയതിയിലെ ക്ലോസിംഗ് പ്രൈസാണ് ഈ കാണുന്നത്. ഇനി വാല്യൂ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇൻഫോസിസ് ലിമിറ്റഡ്, എൻ്റർ. നോക്കുക, ഇൻഫോസിസ് ലിമിറ്റഡിൻ്റെ ഇന്നത്തെ ഷെയർ പ്രൈസ് ആണ് ഈ കാണുന്നത് 1645. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കമ്പനിയുടെയും കറൻറ്റ് പ്രൈസ് കിട്ടി. ഈ സെല്ലുകൾക്ക് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു. നമ്പർ, ഡെസിമൽ പ്ലേസ് ഒഴിവാക്കുന്നു. ഇനി ഓരോ കമ്പനിയുടെയും 50 ദിവസം മുമ്പുള്ള ഷെയർ പ്രൈസ് കിട്ടാനായിട്ട് വീണ്ടും ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഈക്വൽ ഗൂഗിൾ ഫൈനാൻസ് ഡബിൾ കോട്ട്സ് NSE കോളൻ ഡബിൾ കോട്ട്സ് ആമ്പർസാൻഡ് ടിക്കർ സിമ്പിൾ സെലക്ട് ചെയ്യുക, കോമ. പ്രൈസ് ആണ് ആട്രിബ്യൂട്ട്, ഡബിൾ കോട്ട്സ് പ്രൈസ് ഡബിൾ കോട്ട്സ്, കോമ. ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷനിലെ മൂന്നാമത്തെ ഇൻപുട്ടാണ് സ്റ്റാർട്ട് ഡേറ്റ്. 50 ദിവസം മുമ്പുള്ള ഷെയർ പ്രൈസ് കിട്ടാനായിട്ട് ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക, അതായത് ടുഡേ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, -50 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇന്ന് തുടങ്ങി 50 ദിവസം മുമ്പുള്ള, അതായത് 2025 നവംബർ മാസം 10-ാം തീയതിയിലെ ഇൻഫോസിസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് കിട്ടി 1513. ഇവിടെ ഒരു സെല്ലിലാണ് നമ്മൾ ഫോർമുല എഴുതിയെങ്കിലും 4 സെല്ലുകളിലായിട്ടാണ് ഫോർമുല നമുക്ക് വാല്യൂ തിരിച്ചു തന്നിരിക്കുന്നത്. ഈ 4 വാല്യൂസിൽ നിന്ന് ഷെയർ പ്രൈസ് മാത്രമായിട്ട് കിട്ടാനായിട്ട്, അതായത് രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ കോളത്തിലെ വാല്യൂ കിട്ടാനായിട്ട് ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷന് മുന്നിൽ ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി അവസാനത്തെ ബ്രാക്കറ്റിന് ശേഷം ക്ലിക്ക് ചെയ്യുക, കോമ. ഇവിടെ റോ നമ്പർ കൊടുക്കുക. രണ്ടാമത്തെ വരിയിലെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത് 2, കോമ. അടുത്ത കോളൻ നമ്പർ, രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ കോളത്തിലെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, കോളൻ നമ്പർ 2, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഷെയർ പ്രൈസ് മാത്രമായിട്ട് നമുക്ക് കിട്ടി. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യും. ഈ ഓരോ കമ്പനിയുടെയും 50 ദിവസം മുമ്പുള്ള ഷെയർ പ്രൈസ് കിട്ടി. ഇനി നമ്പർ ഫോമാറ്റിംഗ് അടുത്ത കോളത്തിൽ അപ്ലൈ ചെയ്യുന്നു. അതിനുവേണ്ടി ഫോമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത കോളത്തിൽ ഈ ഓരോ കമ്പനിയുടെയും ഇന്ന് തുടങ്ങി കഴിഞ്ഞ 50 ദിവസം മുമ്പ് വരേക്കുമുള്ള ഷെയർ പ്രൈസ് ഒരു കോളം ചാർട്ടായിട്ട് പ്ലോട്ട് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ലാസ്റ്റ് 50 ഡേയ്സ്, വീണ്ടും ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഈക്വൽ ഗൂഗിൾ ഫൈനാൻസ് ഡബിൾ കോട്ട്സ് NSE കോളൻ ഡബിൾ കോട്ട്സ് ആമ്പർസാൻഡ് ടിക്കർ സിമ്പിൾ സെലക്ട് ചെയ്യുന്നു, കോമ. പ്രൈസ് ആണ് ആട്രിബ്യൂട്ട്, ഡബിൾ കോട്ട്സ് പ്രൈസ് ഡബിൾ കോട്ട്സ്, കോമ. അടുത്ത ഇൻപുട്ട് സ്റ്റാർട്ട് ഡേറ്റ് ടുഡേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, -50, കോമ. അടുത്ത ഇൻപുട്ട് എൻഡ് ഡേറ്റ്, വീണ്ടും ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ടുഡേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇൻഫോസിസ് എന്ന കമ്പനിയുടെ
ഇന്ന് തുടങ്ങി കഴിഞ്ഞ 50 ദിവസത്തെ ഷെയർ പ്രൈസിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. 2025 ഡിസംബർ 29, 2025 നവംബർ 10. ഇനി ഈ ഷെയർ പ്രൈസിൻ്റെ ലിസ്റ്റ് ഉപയോഗിച്ച് ഒരു കോളം ചാർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 2 കോളങ്ങളുള്ള ഈ ടേബിളിൽ നിന്ന് ഷെയർ പ്രൈസ് മാത്രമായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അതിനുവേണ്ടി ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷന് മുന്നിൽ ഇൻഡെക്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോമ, ഇവിടെ റോ നമ്പർ കൊടുക്കേണ്ട കാര്യമില്ല, വീണ്ടും കോമ, അടുത്തത് കോളം നമ്പർ, രണ്ടാമത്തെ കോളത്തിലെ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്, 2, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഷെയർ പ്രൈസിൻ്റെ ലിസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടി. ഇനി ഈ ഷെയർ പ്രൈസുകൾ ഉപയോഗിച്ച് ഒരു കോളം ചാർട്ട് തയ്യാറാക്കാനായിട്ട് ഈ ഫോർമുല സ്പാർക്ക് ലൈൻ ഫംഗ്ഷനുള്ളിലേക്ക് കൊടുക്കുക. ഇൻഡെക്സ് ഫംഗ്ഷന് മുന്നിൽ സ്പാർക്ക് ലൈൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അവസാനത്തെ ബ്രാക്കറ്റിന് ശേഷം ക്ലിക്ക് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഷെയർ പ്രൈസിൻ്റെ ലിസ്റ്റ് ഉപയോഗിച്ച് നമ്മളൊരു ലൈൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. ഇതിനെ കോളം ചാർട്ടാക്കി മാറ്റാനായിട്ട് അവസാനത്തെ ബ്രാക്കറ്റിന് തൊട്ട് മുമ്പിൽ ക്ലിക്ക് ചെയ്യുക, കോമ, ഓപ്പൺ കേളി ബ്രാക്കറ്റ്, ഡബിൾ കോട്ട്സ്, ചാർട്ട് ടൈപ്പ്, ഡബിൾ കോട്ട്സ്, കോമ, ഡബിൾ കോട്ട്സ്, കോളം, ഡബിൾ കോട്ട്സ്, ക്ലോസിംഗ് കേളി ബ്രാക്കറ്റ്, എൻ്റർ. നോക്കുക, ലൈൻ ചാർട്ട് കോളം ചാർട്ടായിട്ട് മാറി. ഇനി കോളം ചാർട്ടിൻ്റെ കളർ എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം. സെമിക്കോളൻ, ഡബിൾ കോട്ട്സ്, കളർ, ഡബിൾ കോട്ട്സ്, കോമ, ഗ്രീൻ കളറിന് വേണ്ടി ഡബിൾ കോട്ട്സ്, ഗ്രീൻ, ഡബിൾ കോട്ട്സ്, എൻ്റർ. നോക്കുക, ചാർട്ടിൻ്റെ കളർ മാറിയത് കാണാം. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഓരോ കമ്പനിയുടെയും കഴിഞ്ഞ 50 ദിവസങ്ങളിലെ ഷെയർ പ്രൈസ് മൂവ്മെൻ്റ് ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ എല്ലാ ചാർട്ടുകൾക്കും ഗ്രീൻ കളറാണുള്ളത്. ഇനി ഇതിലേതെങ്കിലും ഒരു കമ്പനിയുടെ ഇന്നത്തെ ഷെയർ പ്രൈസ് കഴിഞ്ഞ 50 ദിവസം മുമ്പത്തെ ഷെയർ പ്രൈസിനേക്കാൾ താഴെയാണെങ്കിൽ കറസ്പോണ്ടിങ് ചാർട്ട് റെഡ് കളറിലാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കോളത്തിലെ ആദ്യത്തെ സെല്ല് വരുന്നു. ഫോർമുല മോഡിഫൈ ചെയ്യാനായിട്ട് ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക. കേളി ബ്രാക്കറ്റിന് തൊട്ട് മുമ്പായിട്ട് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കറണ്ട് ഷെയർ പ്രൈസ് ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക. കറണ്ട് ഷെയർ പ്രൈസ് ലെസ് ദാൻ പ്രൈസ് 50 ഡേയ്സ് എഗോ, അതായത് 50 ദിവസം മുമ്പത്തെ ഷെയർ പ്രൈസ് ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ, ഇന്നത്തെ പ്രൈസ് 50 ദിവസം മുമ്പത്തെ പ്രൈസിനേക്കാൾ താഴെയാണെങ്കിൽ ചാർട്ട് റെഡ് കളറിൽ കിട്ടാനായിട്ട് ഗ്രീനിന് പകരം റെഡ്. ഇനി ഓപ്പൺ കേളി ബ്രാക്കറ്റ് തുടങ്ങി ക്ലോസിംഗ് കേളി ബ്രാക്കറ്റ് വരെയുള്ള പോർഷൻ കോപ്പി ചെയ്യുന്നു. കൺട്രോൾ C, കോമ, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ V. ഇന്നത്തെ ഷെയർ പ്രൈസ് 50 ദിവസം മുമ്പത്തെ ഷെയർ പ്രൈസിനേക്കാൾ മുകളിലാണെങ്കിൽ ചാർട്ട് ഗ്രീൻ കളറിൽ കിട്ടാനായിട്ട് റെഡിന് പകരം ഗ്രീൻ, എൻ്റർ. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ഇവിടെ ചില ചാർട്ടുകൾ റെഡ് കളറിൽ വന്നാൽ കാണാം. ഇവയുടെ പ്രൈസ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ITC ലിമിറ്റഡ്. ഇന്നത്തെ പ്രൈസ് 403, 50 ദിവസം മുമ്പുള്ള പ്രൈസ് 406. അതായത് ഇന്നത്തെ ഷെയർ പ്രൈസ് 50 ദിവസം മുമ്പുള്ള ഷെയർ പ്രൈസിനേക്കാൾ താഴെ ആയതുകൊണ്ടാണ് ചാർട്ട് റെഡ് കളറിൽ വന്നത്. അടുത്തത് ICICI ബാങ്ക് ലിമിറ്റഡ്. ഇന്നത്തെ പ്രൈസ് 1344, 50 ദിവസം മുമ്പുള്ള പ്രൈസ് 1348. സിപ്ല. കറണ്ട് ഷെയർ പ്രൈസ് 1492, 50 ദിവസം മുമ്പുള്ള പ്രൈസ് 1512. ബാക്കിയുള്ള എല്ലാ ചാർട്ടുകളും ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. കാരണം ആ കമ്പനികളുടെ കറണ്ട് ഷെയർ പ്രൈസ് 50 ദിവസം മുമ്പുള്ള പ്രൈസിനേക്കാൾ കൂടുതലാണ്. ഇനി ഓരോ ഷെയറും പർച്ചേസ് ചെയ്ത ഡേറ്റ് എൻ്റർ ചെയ്യാനായിട്ട് പർച്ചേസ് ഡേറ്റ്, ഈ ഓരോ കമ്പനിയുടെയും ഷെയർ വാങ്ങിയ തീയതി നമ്മൾ എൻ്റർ ചെയ്തു. ഇനി വാങ്ങിയ പ്രൈസ് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി അടുത്ത കോളത്തിൽ പർച്ചേസ് പ്രൈസ്. ഇൻഫോസിസ് എന്ന കമ്പനിയുടെ 2023 ഫെബ്രുവരി മാസം 14-ാം തീയതിയിലെ പ്രൈസ് കിട്ടാനായിട്ട് ഈക്വൽ ഗൂഗിൾ ഫൈനാൻസ്, ഡബിൾ കോട്ട്സ്,
NSE കോളൻ ഡബിൾ കോട്ട്സ് ആംപർസാൻഡ് ടിക്കർ സിമ്പിൾ സെലക്ട് ചെയ്യുന്നു കോമ ആട്രിബ്യൂട്ട് ഡബിൾ കോട്ട്സ് പ്രൈസ് ഡബിൾ കോട്ട്സ് കോമ സ്റ്റാർട്ട് ഡേറ്റ് എന്ന ഇൻപുട്ടിൻ്റെ സ്ഥാനത്ത് പർച്ചേസ് ഡേറ്റ് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നോക്കുക, 2023 ഫെബ്രുവരി മാസം 14-ാം തീയതിയിലെ ഇൻഫോസിസ് എന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് ആണ് ഈ കാണുന്നത് 1593. ഇനി ഈ ടേബിളിൽ നിന്ന്, അതായത് 3 വരികളും 2 കോളങ്ങളുമുള്ള ഈ ടേബിളിൽ നിന്ന് ഈ ഷെയർ പ്രൈസ് മാത്രമായിട്ട് കിട്ടാനായിട്ട് ഈ ഫോമിലേക്ക് മുന്നിൽ ഇൻഡെക്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി അവസാനത്തെ ബ്രാക്കറ്റിന് ശേഷം ക്ലിക്ക് ചെയ്യുക. കോമ റോ നമ്പർ 2 കോമ കോളൻ നമ്പർ 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി ഈ കോളത്തിൽ ഓരോ കമ്പനിയുടെയും ഷെയർ വാങ്ങിയ ദിവസം തുടങ്ങി ഇന്ന് ഈ ദിവസം വരേക്കുമുള്ള ഷെയർ പ്രൈസ് മൂവ്മെൻറ്റ് ഒരു ലൈൻ ചാർട്ടായിട്ട് പ്ലോട്ട് ചെയ്യണം. എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. ഈക്വൽ ഗൂഗിൾ ഫൈനാൻസ് ഡബിൾ കോട്ട്സ് NSE കോളൻ ഡബിൾ കോട്ട്സ് ആംപർസാൻഡ് ടിക്കർ സിമ്പിൾ സെലക്ട് ചെയ്യുന്നു കോമ പ്രൈസ് ആണ് ആട്രിബ്യൂട്ട് ഡബിൾ കോട്ട്സ് പ്രൈസ് ഡബിൾ കോട്ട്സ് കോമ സ്റ്റാർട്ട് ഡേറ്റിൻ്റെ സ്ഥാനത്ത് പർച്ചേസ് ഡേറ്റ് ഉപയോഗിക്കുക കോമ എൻഡ് ഡേറ്റിൻ്റെ സ്ഥാനത്ത് ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ടുഡേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ഇൻഫോസിസ് എന്ന കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിയ ദിവസം തുടങ്ങി ഇന്നീ ദിവസം വരേക്കുമുള്ള പ്രൈസ് ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇനി ഈ ലിസ്റ്റ് ഉപയോഗിച്ച് ഒരു ലൈൻ ചാർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ലിസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ കോളത്തിലുള്ള വാല്യൂസ് മാത്രം കിട്ടാനായിട്ട് ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോമ ഒരു തവണ കൂടെ കോമ രണ്ടാമത്തെ കോളത്തിലെ വാല്യൂസ് കിട്ടാനായിട്ട് 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നമുക്ക് രണ്ടാമത്തെ കോളത്തിലുള്ള വാല്യൂസ് മാത്രമായിട്ട് കിട്ടി. ഈ വാല്യൂസിനെ സ്പാർക്ക് ലൈൻ ഫംഗ്ഷനുള്ളിലേക്ക് കൊടുക്കുന്നു. സ്പാർക്ക് ലൈൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നമുക്ക് ലൈൻ ചാർട്ട് കിട്ടി. ഇനി കറൻറ്റ് പ്രൈസ് പർച്ചേസ് പ്രൈസിനേക്കാൾ മുകളിലാണെങ്കിൽ ചാർട്ട് ഗ്രീൻ കളറിലും, കറൻറ്റ് പ്രൈസ് പർച്ചേസ് പ്രൈസിനേക്കാൾ താഴെയാണെങ്കിൽ ചാർട്ട് റെഡ് കളറിലും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കോമ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കറൻറ്റ് പ്രൈസ് ഗ്രേറ്റർ ദാൻ പർച്ചേസ് പ്രൈസ് കോമ ഓപ്പൺ കേർലി ബ്രാക്കറ്റ് ഡബിൾ കോട്ട്സ് കളർ ഡബിൾ കോട്ട്സ് കോമ ഡബിൾ കോട്ട്സ് ഗ്രീൻ ഡബിൾ കോട്ട്സ് ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ് കോമ ഓപ്പൺ കേർലി ബ്രാക്കറ്റ് ഡബിൾ കോട്ട്സ് കളർ ഡബിൾ കോട്ട്സ് കോമ ഡബിൾ കോട്ട്സ് റെഡ് ഡബിൾ കോട്ട്സ് ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ്. എൻ്റർ. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. എല്ലാ കമ്പനികളുടെയും കറൻറ്റ് പ്രൈസ് നമ്മൾ വാങ്ങിയതിനേക്കാൾ മുകളിലാണുള്ളത്. അതുകൊണ്ടാണ് ഈ ചാർട്ടുകൾ ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ITC ഞാൻ പർച്ചേസ് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നു. 2024 ഫെബ്രുവരി മാസത്തെ തീയതി സെലക്ട് ചെയ്യുന്നു. 2024 ഫെബ്രുവരി 8 ഈ തീയതി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2024 ഫെബ്രുവരി മാസം 8-ാം തീയതിയിലെ ITC ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇവിടെ വന്നു 415. അതേസമയം ഇന്നത്തെ പ്രൈസ് നോക്കുക, അതായത് 2025 ഡിസംബർ മാസം 29-ാം തീയതിയിലെ പ്രൈസ് നോക്കുക 403. കറൻറ്റ് പ്രൈസ് പർച്ചേസ് പ്രൈസിനേക്കാൾ താഴെ പോയപ്പോൾ ലൈൻ ചാർട്ടിൻ്റെ കളർ മാറിയത് കാണാം, റെഡായി. സോ നമ്മുടെ ഫോമുലകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാം. ക്വാണ്ടിറ്റി 65 250. അടുത്ത പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് പർച്ചേസ് പ്രൈസ് കുറച്ച് അതിനെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റായി. ഈക്വൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക,
കറണ്ട് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി, എൻ്റർ. ഓട്ടോഫിൽ അപ്ലൈ ചെയ്യുന്നു. നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു. നോക്കുക, ITCയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ഇനി ഓരോ കമ്പനിയിലും എത്ര ശതമാനം വീതമാണ് ലാഭം കിട്ടിയെന്ന് അറിയണമെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഈക്വൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കറണ്ട് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ്, എൻ്റർ. ഓട്ടോ ഫില്ല് ചെയ്യുന്നു. ഇനി ഈ സെല്ലുകൾക്ക് പെർസെൻറ്റേജ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റോക്ക് ട്രാക്കറായി. ഇങ്ങനെ എത്ര കമ്പനികളുടെ ഡീറ്റെയിൽസ് വേണമെങ്കിലും താഴേക്ക് നമുക്ക് ആഡ് ചെയ്യാം. മാത്രമല്ല ഇവിടെ ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഷെയറുകളുടെ വോളിയം, മാർക്കറ്റ് ക്യാപ്, PE, EPS എന്നിങ്ങനെ പലതരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കും. നമ്മളിവിടെ ഉപയോഗിച്ച ഗൂഗിൾ ഫൈനാൻസ് ഫംഗ്ഷന് സമാനമായിട്ടൊരു ഫംഗ്ഷൻ എക്സലിലുണ്ട്. സ്റ്റോക്ക് ഹിസ്റ്ററി എന്നാണ് ആ എക്സൽ ഫംഗ്ഷൻ്റെ പേര്. സ്റ്റോക്ക് ഹിസ്റ്ററി ഫംഗ്ഷനെ കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മറ്റൊരു സ്പ്രെഡ്ഷീറ്റ് ടെക്നിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.